അമേരിക്കയിലെ ഏറ്റവും ഉന്നതവും സ്വാധീന ശക്തിയുള്ളതുമായ ചടങ്ങുകളിലൊന്നായ വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ ഡിന്നറിനിടെയുണ്ടായ വെടിവെപ്പ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വാഷിംഗ്ടണിലെ അതിപ്രധാനമായ ഈ വിരുന്നിനിടെ നടന്ന ആക്രമണത്തിന് പിന്നാലെ കാലിഫോർണിയയിലെ ടോറൻസിലുള്ള ഒരു ശാന്തമായ വീട് ഇപ്പോൾ FBI-യുടെയും സുരക്ഷാ ഏജൻസികളുടെയും വലയത്തിലാണ്. അക്രമി എന്ന് സംശയിക്കപ്പെടുന്ന കോൾ തോമസ് അലൻ എന്ന യുവാവിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോന്നായി പുറത്തുവരുന്നത്. അസോസിയേറ്റഡ് പ്രസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം പിടിയിലായ വ്യക്തി വെറുമൊരു അക്രമിയല്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു അധ്യാപകരും അമച്വർ വീഡിയോ ഗെയിം ഡെവലപ്പറുമാണ്. ആരെയും പ്രകോപിപ്പിക്കാത്ത സ്വഭാവക്കാരനെന്ന് ചുറ്റുമുള്ളവർ കരുതിയിരുന്ന ഒരു ട്യൂട്ടർ എങ്ങനെയാണ് അധികാരത്തിന്റെ സിരാകേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് പ്ലാനുകൾ ആസൂത്രണം ചെയ്തത് എന്നത് സുരക്ഷാ ഏജൻസികളെ കുഴപ്പിക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളോടുള്ള കടുത്ത വിയോജിപ്പാണ് ഇയാളെ ഈ സാഹസത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കാലിഫോർണിയയിലെ ടോറൻസ് നഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് അലന്റെ വീടുള്ളത്. മരങ്ങൾ തിങ്ങി നിറഞ്ഞ മനോഹരമായ ആ തെരുവിലെ ഏറ്റവും സാധാരണമായ ഒരു വീടായിരുന്നു അത്. വോട്ടർ രജിസ്ട്രേഷൻ രേഖകൾ പ്രകാരം ഇയാൾ തന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് ഇവിടെ താമസിക്കുന്നത്. 4 സഹോദരങ്ങളിൽ മൂത്തയാളായ അലന് 2 സഹോദരിമാരും ഒരു സഹോദരനും അടങ്ങുന്ന തന്റെ കുടുംബത്തിനുള്ളിൽ തികച്ചും ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു. ഞായറാഴ്ച രാവിലെ ഈ വീടിന് മുന്നിൽ 2 കാറുകൾ പാർക്ക് ചെയ്തിരുന്നു. അലൻ സ്ഥിരമായി ഉപയോഗിക്കാറുള്ള ഒരു നീല സ്കൂട്ടർ പുൽത്തകിടിയിൽ തന്നെയുണ്ട്. അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ടർ വീടിന്റെ വാതിൽക്കൽ മുട്ടിയെങ്കിലും അകത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. FBI സംഘം വീടിനുള്ളിൽ വിശദമായ പരിശോധനകൾ നടത്തിവരികയാണ്. അയൽക്കാർ പോലും വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലാണ്. തങ്ങളുടെ ഇടയിൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നുവെന്ന് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ എങ്ങനെയാണ് അക്രമാസക്തമായ ഈ പാതയിലേക്ക് എത്തിയത് എന്നത് ഗൗരവകരമായ ചോദ്യമാണ്. തന്റെ ട്യൂഷൻ ക്ലാസുകൾക്കിടയിലും വീഡിയോ ഗെയിം നിർമ്മാണത്തിനിടയിലും അലന് രാഷ്ട്രീയപരമായ അതൃപ്തികൾ വളർത്തിയെടുത്തിരുന്നു എന്നാണ് സൂചനകൾ. ഭരണകൂടത്തോടുള്ള എതിർപ്പ് വെറും പ്രതിഷേധത്തിൽ ഒതുങ്ങാതെ ആയുധമെടുത്തുള്ള പോരാട്ടത്തിലേക്ക് വളർന്നത് എങ്ങനെയാണെന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ ഒരാളുടെ രാഷ്ട്രീയ ചിന്തകൾ എങ്ങനെ വേഗത്തിൽ തീവ്രവാദത്തിലേക്ക് വഴിമാറുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറുന്നു. അലന്റെ കമ്പ്യൂട്ടറുകളും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്ത FBI ഇയാൾക്ക് ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് തിരയുകയാണ്. തനിയെ പ്ലാൻ ചെയ്തതാണോ അതോ ആരെങ്കിലും ഇയാളെ സ്വാധീനിച്ചതാണോ എന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരാൾ ഇത്തരമൊരു മണ്ടത്തരം കാണിക്കുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. വാഷിംഗ്ടണിലെ ഡിന്നർ സാധാരണയായി പ്രസിഡന്റും മാധ്യമപ്രവർത്തകരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന അതീവ സുരക്ഷയുള്ള ഒന്നാണ്. അവിടെയുണ്ടായ സുരക്ഷാ വീഴ്ച അമേരിക്കൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വെടിവെപ്പ് ഉണ്ടായ നിമിഷം മുതൽ അലനെ പിന്തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഇയാളെ പിടികൂടി. എങ്കിലും സംഭവത്തിന് ശേഷമുണ്ടായ പരിഭ്രാന്തി ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖരെയും വിറപ്പിച്ചു. കാലിഫോർണിയയിലെ ഇയാളുടെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും FBI സംഘം ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ്. അലന്റെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഇടപെടലുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. തന്റെ രാഷ്ട്രീയ വൈരാഗ്യം ഇയാൾ ഗെയിമുകളിലൂടെയോ ഓൺലൈൻ ഫോറങ്ങളിലൂടെയോ പങ്കുവച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ടോറൻസിലെ ശാന്തമായ തെരുവിൽ ഇപ്പോൾ പോലീസിന്റെയും മാധ്യമങ്ങളുടെയും വലിയ നിര തന്നെയുണ്ട്. അലന് ഒരു ലോൺ വുൾഫ് ആക്രമിയാണെന്നാണ് നിലവിലെ സൂചനകൾ. അതായത് പുറമെയുള്ളവരുടെ സഹായമില്ലാതെ സ്വന്തം തീരുമാനപ്രകാരം ആക്രമണം നടത്തുന്ന രീതി. ഇത്തരം അക്രമികളെ കണ്ടെത്തുക എന്നത് ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഇവരുടെ നീക്കങ്ങൾ പലപ്പോഴും പ്രവചനാതീതമായിരിക്കും. അലന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇത് തന്നെയാണെന്ന് കരുതപ്പെടുന്നു. ഭരണകൂട വിരുദ്ധത എന്ന വികാരം യുവാക്കൾക്കിടയിൽ പടരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒരു ട്യൂട്ടർ എന്ന നിലയിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരാൾ ഇത്തരമൊരു ഗൂഢാലോചനയിൽ പങ്കാളിയായത് സമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അധ്യാപകർക്ക് സമൂഹത്തിലുള്ള വിശ്വാസം ഇത്തരം സംഭവങ്ങൾ മൂലം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അലന്റെ കുടുംബാംഗങ്ങൾ ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അലന്റെ ജീവിത പശ്ചാത്തലം പരിശോധിച്ചാൽ ഇയാൾക്ക് ക്രിമിനൽ റെക്കോർഡുകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണ പട്ടികയിലും ഇയാൾ ഉൾപ്പെട്ടിട്ടില്ല. ഇതാണ് ഇയാൾക്ക് ആയുധങ്ങളുമായി ചടങ്ങിനെത്താൻ സാധിച്ചത്. ഈ സംഭവം സുരക്ഷാ പ്രോട്ടോകോളുകൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കാരണമാകും. ഓരോ പൗരനെയും നിരീക്ഷിക്കുക എന്നത് അസാധ്യമാണെന്ന് അധികൃതർ സമ്മതിക്കുന്നുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കടുത്ത വിഭജനമാണ് ഇത്തരമൊരു ആക്രമണത്തിന് ആധാരമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ട്രംപ് നയങ്ങളോടുള്ള എതിർപ്പ് വ്യക്തിപരമായ ശത്രുതയായി മാറുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് പകരം തോക്കുകൾ സംസാരിക്കുന്നത് ആശങ്കാജനകമാണ്.
അലൻ ഒരു പ്രതീകം മാത്രമാണെന്നും ഇത്തരത്തിൽ ചിന്തിക്കുന്ന നിരവധി പേർ സമൂഹത്തിൽ ഉണ്ടാകാമെന്നും മുന്നറിയിപ്പുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി അലന്റെ ബാങ്ക് അക്കൗണ്ടുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുകയാണ്. ആരെങ്കിലും ഇയാൾക്ക് ഇതിനായി ഫണ്ട് നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു സാധാരണ ട്യൂട്ടർക്ക് വാഷിംഗ്ടണിലെ ഇത്രയും വലിയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ തയ്യാറാക്കാൻ സ്വന്തം വരുമാനം മതിയാകുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. അയൽവാസികൾ അലനെ വിശേഷിപ്പിച്ചത് വളരെ അന്തർമുഖനായ യുവാവ് എന്നാണ്. ആരുമായും അധികം സംസാരിക്കാറില്ലാത്ത ഇയാൾ മിക്കപ്പോഴും തന്റെ ജോലിയിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. ഇത്തരത്തിലുള്ളവർ തങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന പക പുറത്തറിയാൻ പ്രയാസമാണ്. വീടിന് മുന്നിലെ പുൽത്തകിടിയിൽ ഇരിക്കുന്ന ആ നീല സ്കൂട്ടർ ഒരു സാധാരണ ജീവിതത്തിന്റെ അടയാളമായിരുന്നു. എന്നാൽ അതിനു പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഒളിഞ്ഞിരുന്നു. അസോസിയേറ്റഡ് പ്രസ് നടത്തിയ അന്വേഷണത്തിൽ അലൻ ഒരു സർവകലാശാലയിൽ നിന്ന് ഉന്നത ബിരുദം നേടിയ ആളാണെന്ന് വ്യക്തമായിട്ടുണ്ട്. വിജ്ഞാനദാഹിയായ ഒരു വ്യക്തി എങ്ങനെ ഹിംസയുടെ പാത തെരഞ്ഞെടുത്തു എന്നത് തത്വശാസ്ത്രപരമായ ചോദ്യം കൂടിയാണ്. FBI-യുടെ ഈ റെയ്ഡ് വരും ദിവസങ്ങളിലും തുടരും. വീട്ടിൽ നിന്ന് ലഭിച്ച പുസ്തകങ്ങൾ, ഡയറി കുറിപ്പുകൾ എന്നിവ അന്വേഷണത്തിന് സഹായകമാകും. അലൻ തന്റെ പദ്ധതികളെ കുറിച്ച് എന്തെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകാമെന്ന് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നുണ്ട്. ഇതിനിടെ ടോറൻസ് നഗരത്തിലെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി. കോൾ തോമസ് അലന്റെ വിചാരണ ഉടൻ ആരംഭിക്കും. നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഇയാൾക്ക് തന്റെ ഭാഗം ന്യായീകരിക്കാൻ അവസരം ലഭിക്കും. എന്നാൽ ഇതിനകം തന്നെ ലോകത്തിന് മുന്നിൽ ഇയാൾ വിദ്വേഷത്തിന്റെ മുഖമായി മാറിക്കഴിഞ്ഞു. കുടുംബത്തിലെ ഏറ്റവും മൂത്ത മകൻ എന്ന നിലയിൽ അലന്റെ നീക്കങ്ങൾ സഹോദരങ്ങൾ അറിഞ്ഞിരുന്നു എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. അലന്റെ വീഡിയോ ഗെയിം നിർമ്മാണ ശൈലിയും പരിശോധിക്കപ്പെടുന്നുണ്ട്. അക്രമാസക്തമായ ഗെയിമുകളാണോ ഇയാൾ നിർമ്മിച്ചിരിക്കുന്നത്? ഗെയിമുകളിലൂടെ തന്റെ പക പ്രകടിപ്പിച്ചിരുന്നു. ഇതെല്ലാം വിചാരണ വേളയിൽ തെളിവുകളായി വന്നേക്കാം. കോൾ തോമസ് അലൻ എന്ന യുവാവിന്റെ പേര് അമേരിക്കൻ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നായി എഴുതപ്പെടും. അധികാരത്തിന്റെ ഉന്നത കേന്ദ്രങ്ങളെ നടുക്കിയ വെടിവെപ്പും അതിനു പിന്നിലെ സാധാരണക്കാരനായ ഒരു ട്യൂട്ടറുടെ കഥയും വലിയ പാഠങ്ങളാണ് നൽകുന്നത്. അക്രമങ്ങൾക്കുള്ള മറുപടി വെടിയുണ്ടകളല്ലെന്നും ജനാധിപത്യപരമായ ചർച്ചകളാണെന്നും ലോകം വീണ്ടും ഓർമ്മിക്കുന്നു. FBI-യുടെ അന്വേഷണം പൂർത്തിയാകുന്നതോടെ കൂടുതൽ വ്യക്തമായ ചിത്രം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.